സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ റഷീദാണ് നിങ്ങളോടൊപ്പം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഫോട്ടോഗ്രാഫി ക്ലാസ്, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന ഫോട്ടോഗ്രാഫി ക്ലാസ്സിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ നവംബർ 23-ഉം 24-ഉം തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റുള്ള പബ്ലിക് ഓഫീസിലായിരുന്നു നമ്മുടെ ക്ലാസ്. 10 പേരുടെ രജിസ്ട്രേഷനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരാൾ പ്രതീക്ഷിക്കാത്ത, അങ്ങനെ 11 പേരായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ മാനുവൽ ഫോട്ടോഗ്രാഫി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ വിജയകരമായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് തന്നെയായിരുന്നു. കുറച്ച് നേരം തിയറി, അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ്, വീണ്ടും തിയറി, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ്. അതുപോലെ ഇതൊരു എന്താ പറയുക, ഒരു വെൽ സെറ്റപ്പായിട്ടുള്ള ഒരു ഹാളിലല്ല ഞങ്ങൾ സാധാരണ ക്ലാസ്സുകൾ നടത്താറുള്ളത്. ഒന്നിൽ പരമാവധി ഔട്ട്ഡോറാണ് ക്ലാസ്സുകൾ നടത്താൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഈ തിയറി പറയുമ്പോൾ ഒന്നിരിക്കാനുള്ള ഒരു സൗകര്യം മാത്രമാണ് ഞങ്ങൾ കണക്കാക്കാറുള്ളത്. അപ്പോൾ ഏകദേശം 10 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 3:30 മണിയാകുമ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. മ്യൂസിയത്തിനകത്തുള്ള റേഡിയോ പാർക്കിലായിരുന്നു ഞങ്ങൾ അന്ന് പ്രാക്ടീസ് ചെയ്തത്. 23-ാം തീയതി ശനിയാഴ്ച ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത് റേഡിയോ പാർക്കിലായിരുന്നു. റേഡിയോ പാർക്കിൽ ഞങ്ങൾ പോർട്രേറ്റ്സ്, അതേപോലെ കുറച്ച് സ്ട്രീറ്റ്, അതുപോലെ ലോങ് എക്സ്പോഷർ, ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി ഇതൊക്കെയായിരുന്നു അവിടെ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്തത്. പരമാവധി എല്ലാവരുടെയും ക്യാമറ വാങ്ങിച്ച് ഫോട്ടോസ് ചെക്ക് ചെയ്ത് അവരെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അന്ന് രാത്രി 8 മണിക്ക് പിരിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഞാനും എൻ്റെ സുഹൃത്ത് ഷമീറും കൂടിയിട്ട് മനോഹരമായ മറ്റൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അത് വെള്ളാണിക്കൽ പാറമുകൾ ശ്രീ ആയിരവല്ലി ക്ഷേത്രം, അവിടെയാണ് ഞങ്ങൾ പോയത്. അത് മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ്. പോത്തങ്കോടിനടുത്തുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ എനിക്ക് വ്യക്തമായ വഴി കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഷമീറാണ് എന്നെ കൊണ്ടുപോയത്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വേളി പാർക്കിനകത്ത് ഒത്തുകൂടി. വേളി പാർക്കിൽ പ്രാക്ടീസ് ചെയ്യാം, അതായത് ഫോട്ടോ വാക്കിനായിട്ട്. അവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് ജനറൽ പോർട്രേറ്റ്സ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള, ഡേ ലൈറ്റ് പോർട്രേറ്റ്സ്. അപ്പോൾ അതിൽ വരുന്ന കുറേ ചലഞ്ചസും അതിനുള്ള കുറേ ടിപ്സൊക്കെയാണ് ഞങ്ങൾ അവിടെ ഷെയർ ചെയ്തത്. പിന്നെ അധികം പേർക്കുണ്ടായിരുന്ന ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഡെപ്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് വന്ന ആൾക്കാരെ തിരിച്ച് നിർത്തിയിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പ്രാക്ടീസ് ചെയ്തു. അവിടെ തന്നെ ബീച്ചിൽ സ്പീഡ് ബോട്ടിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാനിങ് ഫോട്ടോഗ്രാഫി അത് വെച്ചാണ് ട്രൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ ബോഡി ഒരു വാക്കിംഗ് ഷോട്ട്സിനായിട്ട് അവിടെ കടൽ തീരത്തേക്ക് പോയി. വളരെ മനോഹരമായൊരു സായാഹ്നമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അതേപോലെ കഴിഞ്ഞ തൃശ്ശൂർ ക്ലാസ്സിലുണ്ടായിരുന്ന ഗോകുൽ, അദ്ദേഹം ബൈ പ്രൊഫഷൻ ആളൊരു എഞ്ചിനീയറാണ്. പക്ഷേ കൊച്ചിയിലുള്ള ഫോട്ടോ വാക്കിൽ, അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് ഫുൾ ടൈം മോഡലായിട്ട് ഗോകുലാണ് വന്നത്. അതുപോലെ അവിടുന്ന് ഞങ്ങൾ പിന്നെ പോയത് വേളി പാർക്കിൻ്റെ തന്നെ കാർ പാർക്കിങ്ങിലേക്കാണ്. കാർ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ലൈറ്റ് പെയിൻറ്റിങ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ലൈറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ആദ്യത്തെ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ശക്തമായ മിന്നലും മഴയും വന്നു. അതോടുകൂടി ഞങ്ങൾക്ക് ആ സെഷൻ കൺക്ലൂഡ് ചെയ്യേണ്ടി വന്നു. എങ്കിലും ഒരുവിധം ലൈറ്റ് പെയിൻറ്റിങ്ങിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റീവായുള്ള ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്കാണ് മഴ വന്നത്. എന്തായാലും
വീണ്ടും ഇനി അടുത്ത തിരുവനന്തപുരത്തുള്ള ഒരു ഫോട്ടോ വാക്കിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി അന്ന് ഞങ്ങൾ പിരിയാണ് ചെയ്തത്. അതുപോലെ അടുത്ത ഈവൻറ്റ്, അടുത്ത ഫോട്ടോഗ്രാഫി ട്രെയിനിങ്ങും അതേപോലെ ഫോട്ടോ വാക്കും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ വരുന്ന നവംബർ 30-ഉം ഡിസംബർ 1-ഉമായിട്ടാണ് ഈവൻറ്റ് നടക്കുന്നത്. അപ്പോൾ പരമാവധി ആൾക്കാർ പങ്കെടുക്കാൻ ശ്രമിക്കുക. 10 പേർക്കാണ് അവസരം കിട്ടുക എങ്കിലും പരമാവധി നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത ഈവൻറ്റിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.